ഹായ് ഹലോ എല്ലാവർക്കും മോർണിംഗ് ടീയിലേക്ക് സ്വാഗതം. രാവിലത്തെ ചായയോടൊപ്പം അറിവിൻ്റെ ഒരു ചായ അല്ലേ, മോർണിംഗ് ടീ. എല്ലാവരും മോർണിംഗ് ടീ നന്നായിട്ട് ആസ്വദിക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. പലരും നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. അത് ചെയ്യുക, അതിലൊന്നും പിശുക്ക് കാണിക്കണ്ട. കാരണം നമ്മൾ അത്രയും എഫർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ക്ലാസ് കാണുന്നതിന് വേണ്ടി PPT തയ്യാറാക്കുന്ന ഒരു ടീം നമുക്കുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂട്ടായ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളെ മോർണിംഗ് ടീ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോട്ട് ഷെയർ കൊടുക്കുക. യെസ്, ഓക്കെ, നമുക്ക് നോക്കാം. ചോദ്യം നോക്കൂ. ചുവടെ പറയുന്നതിൽ കുതിര അക്ഷാംശം ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന മേഖല കണ്ടെത്തുക. ഇത് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ചോദ്യമാണ്. വേൾഡ് ജോഗ്രഫിയിലെ ഒരു ചോദ്യമാണിത് അല്ലേ. ചുവടെ പറയുന്നതിൽ കുതിര അക്ഷാംശം അഥവാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഏത് മേഖലയാണെന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ മേഖല ധ്രുവീയ ന്യൂനമർദ്ദ മേഖല. ആക്ച്വലി അങ്ങനെ ഒരു മേഖല ഇല്ല, തെറ്റാണത് ആ ഓപ്ഷൻ അല്ലേ. ഇത് PSC ക്വസ്റ്റൻ ആണേ. അപ്പോൾ ധ്രുവീയ ന്യൂനമർദ്ദ മേഖല ഒരു മേഖലയില്ല. അത് നമുക്ക് ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. അടുത്ത് നോക്കൂ, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അത് തെറ്റാണ്, ഇതും തെറ്റാണ്. എന്ന് പറഞ്ഞാൽ കുതിര അക്ഷാംശം സ്ഥിതി ചെയ്യുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ അല്ല എന്നുള്ളതാണ്. അടുത്ത് നോക്കൂ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. യഥാർത്ഥത്തിൽ അതാണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ കിട്ടിയിരിക്കും അല്ലേ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അടുത്തത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. വേണ്ടല്ലോ, നമുക്ക് നേരത്തെ കിട്ടി. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ആ ഓപ്ഷൻസ് ഒക്കെ നോക്കി നോക്കൂ. ഒരിടത്ത് ന്യൂനമർദ്ദ മേഖല, മറ്റൊരിടത്ത് ന്യൂനമർദ്ദ മേഖല, പിന്നെ ഉച്ചമർദ്ദ മേഖല, ഉച്ചമർദ്ദ മേഖല. ലോ പ്രഷർ ബെൽറ്റും ഹൈ പ്രഷർ ബെൽറ്റും. എന്താണ് ന്യൂനമർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ? അതായത് വായുവിൻ്റെ സാന്നിധ്യം കുറഞ്ഞ പ്രദേശങ്ങളെ വിളിക്കുന്ന പേരാണ് ന്യൂനമർദ്ദ മേഖല. വായുവിൻ്റെ കാറ്റിൻ്റെ സാന്നിധ്യം കുറവുള്ള പ്രദേശങ്ങളെ ന്യൂനമർദ്ദ മേഖല അഥവാ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയും. ഇനി അതിൻ്റെ ഓപ്പോസിറ്റാണ് ഉച്ചമർദ്ദ മേഖല. അപ്പോൾ എന്തായിരിക്കും അത്? ഉച്ചമർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ സാന്നിധ്യം അഥവാ കാറ്റിൻ്റെ സാന്നിധ്യം ഉള്ള പ്രദേശങ്ങളെ നമുക്ക് ഉച്ചമർദ്ദ മേഖല എന്ന് പറയാം. ഇവിടെ നമുക്ക് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് വിവരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഭൂമിയിൽ വ്യത്യസ്ത മർദ്ദ മേഖലകളുണ്ട്. അന്തരീക്ഷ മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭൂമിയെ വ്യത്യസ്ത മർദ്ദ മേഖലകളായി തിരിക്കാം. അന്തരീക്ഷ മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ വ്യത്യസ്ത മർദ്ദ മേഖലകളായിട്ട് തിരിക്കാം. ആ മേഖലകളായിട്ട് തിരിച്ചിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് കാണുമ്പോഴേ നമുക്കൊരു തലവേദനയാണ് ഇതെങ്ങനെ കണ്ടെത്തും എന്നുള്ളത്. പക്ഷെ അത് സംഭവം സിമ്പിളാണ്. ആ പേരുകളൊക്കെ തന്നെ ഒന്ന് നോക്കൂ. ഒന്നാമത്തത് ഇവിടെ ഞാൻ ഒന്നുകൂടെ വരച്ച് പറഞ്ഞുതരാമേ. ഇതൊന്ന് പരിചയപ്പെടും. കുറച്ചുപേർക്കൊക്കെ അറിയാമായിരിക്കും കേട്ടോ. എന്നാലും ഒന്നാമത്തത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഈ ഭാഗം. അപ്പോൾ മധ്യരേഖ എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖ ഇക്വേറ്റർ, അത് 0 ഡിഗ്രിയാണ്, 0 ഡിഗ്രിയാണ്. ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ നമ്മൾ പറയും, ഉദാഹരണത്തിന് ഇത് ഭൂമി ഭൂമധ്യരേഖ 0 ഡിഗ്രി അല്ലേ. അപ്പോൾ ഭൂമധ്യരേഖയ്ക്ക് നോർത്ത് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധഗോളം എന്നും സൗത്തില് സതേൺ ഹെമിസ്ഫിയർ അഥവാ ദക്ഷിണാർദ്ധഗോളം എന്നും പറയും. അപ്പോൾ ഇത് വിളിക്കുന്ന പേരാണ് എന്തോന്ന്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അതിനൊരു 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും വിളിക്കുന്ന പേര് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്നാണ്. നമ്മൾ ഈ പറഞ്ഞ ശരി ഓപ്ഷൻ കിടക്കുന്ന അവിടെയാണ്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അടുത്തൊരു 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും എന്താ പറയുന്ന പേര്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്നാണ്. പിന്നെ 90 ഡിഗ്രി നോർത്ത് 90 ഡിഗ്രി തെക്ക് അതിനെ വിളിക്കുന്ന പേരെന്താണ്? ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. നമുക്കൊന്ന് നോക്കാം. അതായത് ഞാനിതാ ഒരു ഭൂമി വരയ്ക്കുന്നു. ഈ ഭൂമിയുടെ മധ്യത്തിലൂടെ രേഖയാണല്ലോ ഭൂമധ്യരേഖ. അപ്പോൾ ഭൂമധ്യരേഖ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 0 ഡിഗ്രിയാണ് അല്ലേ, 0 ഡിഗ്രി. അപ്പോൾ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണേ, ഇത് പരീക്ഷയ്ക്കുള്ള ചോദ്യമാണ്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത് ഭൂമധ്യരേഖയ്ക്ക് 5 ഡിഗ്രി വടക്കും 5 ഡിഗ്രി തെക്കുമായ പ്രദേശം. ഞാനൊന്ന് വരയ്ക്കുകയാണേ. 5 ഡിഗ്രി വടക്ക് 5 ഡിഗ്രി തെക്കുമായ ഈ പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ഏതാണ്?
മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അപ്പൊ എന്താണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല? ഭൂമധ്യരേഖയ്ക്ക് 0 ഡിഗ്രി 5 ഡിഗ്രി വടക്കും 5 ഡിഗ്രി തെക്കുമായ ഒരു മേഖലയുണ്ട്. ആ മേഖലയ്ക്ക് പറയുന്ന പേരാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. നമ്മൾ നേരത്തെ കണ്ടു എന്താണ് ന്യൂനമർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ വായുവിന്റെ സാന്നിധ്യം കുറഞ്ഞ മേഖലയ്ക്ക് പറയുന്ന പേരാണ് ന്യൂനമർദ്ദ മേഖല, ലോ പ്രഷർ ബെൽറ്റ്. എന്തുകൊണ്ടായിരിക്കാം ഭൂമധ്യരേഖയ്ക്ക് 5 ഡിഗ്രി വടക്കും 5 ഡിഗ്രി തെക്കുമായ ആ മേഖലയെ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നു? ഉത്തരം നിങ്ങൾക്കെല്ലാം അറിയാം, ആൻസർ അറിയാം. എന്താണ് അതിന്റെ ആൻസർ? അതായത് ഇത് നമ്മുടെ സൂര്യനാണല്ലോ. സൂര്യന്റെ താപം നേരിട്ട് പതിക്കുന്ന മേഖലയാണ് ഈ മേഖല. സൂര്യന്റെ ചൂട് നേരിട്ട് പതിക്കുന്ന മേഖലയാണ് ഭൂമധ്യരേഖാ പ്രദേശം എന്ന് പറയുന്നത്, മധ്യരേഖാ പ്രദേശം എന്ന് പറയുന്നത്, ഭൂമധ്യരേഖാ പ്രദേശം. അപ്പൊ സ്വാഭാവികമായിട്ടും സൂര്യന്റെ ചൂട് നേരിട്ട് പതിക്കുമ്പോൾ ഇവിടെ ഉള്ള വായു ചൂടായി വികസിക്കുന്നു, വികസിച്ചിട്ടത് മുകളിലേക്ക് പൊങ്ങുന്നു, അല്ലെ? അപ്പോ എന്തുകൊണ്ട് മധ്യരേഖാ മേഖല ന്യൂനമർദ്ദ മേഖലയായി ഉച്ചമർദ്ദ മേഖലയാവാത്തത്? അവിടെ വായു ഉണ്ട്, പക്ഷേ സൂര്യന്റെ ചൂട് കൊണ്ട് ഈ വായു വികസിക്കുന്നു. വായു വികസിക്കുമ്പോൾ വായുവിന് വെയിറ്റ് കുറയുന്നു, അപ്പൊ വായു സ്വാഭാവികമായിട്ടും മുകളിലോട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഈ മേഖലയ്ക്ക് പറയുന്ന പേര് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഇതാണ് ഈ പ്രദേശം. ക്ലിയർ ആയി കാണും. ഞാൻ ഈ വരച്ചിരിക്കുന്നു, നമ്മുടെ പുസ്തകത്തിലുള്ളത് അതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ക്ലിയർ ആയി കാണുമല്ലോ. അപ്പൊ ഇവിടെ കാറ്റില്ല, വായുവില്ല. അപ്പൊ ഇവിടെയൊക്കെ ഭൂമിയിലെ ഈ മേഖലയിലൊക്കെ അവിടെ എവിടെയായിട്ടൊക്കെ സമുദ്രങ്ങളൊക്കെ ഉണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഈ മേഖല എന്ന് പറയുന്നത് പുരാതന പായ്ക്കപ്പൽ സഞ്ചാരികൾക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു. അവർ ഇതുവഴി കടലുള്ള ഈ ഭാഗത്തൂടെയൊക്കെ യാത്ര ചെയ്തിരുന്നില്ല. പണ്ടത്തെ കാര്യമാണ് ഈ പറയുന്നത്, പായ്ക്കപ്പലിന്റെ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ കാറ്റുണ്ടെങ്കിലല്ലേ അതിന്റെ ഗതി അനുസരിച്ച് പായ്ക്കപ്പലിനെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പുരാതന പായ്ക്കപ്പൽ സഞ്ചാരികളുടെ പേടി സ്വപ്നമായിരുന്ന പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്നാണ്. അപ്പൊ വായുവില്ലാത്ത ഈ സ്ഥലത്തിന് നമുക്ക് PSCയുടേതായ ഒരു വാക്ക്, ഒരു വേർഡ് അവിടെ കൊടുക്കണം. അതിന് പറയുന്ന പേരാണ് നിർവാത മേഖല അഥവാ ഡോൾഡ്രം. എന്താ പറയുന്ന പേര്? നിർവാത മേഖല. നിർവാത മേഖല അഥവാ ഡോൾഡ്രം എന്ന് പറയും. ഡോൾഡ്രം. ക്ലിയർ ആണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഡോൾഡ്രം അഥവാ നിർവാത മേഖല എന്ന് പറയുന്നത് ഭൂമധ്യരേഖയ്ക്ക് 5 ഡിഗ്രി വടക്കും 5 ഡിഗ്രി തെക്കും, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് എന്തോന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. മനസ്സിലായി കാണുമല്ലോ. യെസ്. ഇനി രണ്ടാമത്തെ മേഖലയെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. രണ്ടാമത്തെ മേഖല എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയ്ക്ക് 30 ഡിഗ്രി നോർത്ത് 30 ഡിഗ്രി സൗത്ത് 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കുമായ പ്രദേശം. ഞാനൊന്ന് വരയ്ക്കുകയാണ് ഇവിടെ ഈ മേഖല. അപ്പൊ ഭൂമധ്യരേഖയ്ക്ക് 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക്, അതായത് നമ്മുടെ ഈ ചിത്രത്തിലെ ഇവിടെ 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക്, ഈ രണ്ട് മേഖല, അതായത് ഭൂമധ്യരേഖയ്ക്ക് വടക്കുണ്ട് തെക്കുണ്ട്, അതുകൊണ്ടാണ് രണ്ടും പറയുന്നത് കേട്ടോ. ഈ മേഖലയ്ക്ക് വിളിക്കുന്ന പേരാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. എന്താ വിളിക്കുന്ന പേര്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അല്ല നോക്കിക്കൊള്ളൂ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഇതും ആ യെല്ലോ കളർ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അപ്പോൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയുടെ സ്ഥാനം, പൊസിഷൻ എവിടെയാണ്? മധ്യരേഖയ്ക്ക് 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കുമായ പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. കണ്ടോ? ഉച്ചമർദ്ദ മേഖല. മധ്യരേഖ നമ്മൾ പഠിച്ചപ്പോ ന്യൂനമർദ്ദ മേഖല, കാറ്റില്ലാ സ്ഥലം. കാറ്റില്ലാത്തതിന് കാരണം സൂര്യൻ ഡയറക്റ്റായിട്ട് അവിടെ പ്രകാശം കൊടുക്കുന്നു, ആ മേഖല ചൂടാവുന്നു, അവിടുത്തെ വായു വികസിക്കുന്നു, ഉയരുന്നു. ആ മേഖലയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേര് നിർവാത മേഖല അഥവാ ഡോൾഡ്രം. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെ മറ്റൊരു പേരാണ് ഡോൾഡ്രം, അല്ലെ? പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നു അവിടെ എന്തുണ്ട്? അവിടെ വായുവിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് ഉച്ചമർദ്ദ മേഖലയായി മാറുന്നത്. എങ്ങനെയാണ് അവിടെ വായുവിന്റെ സാന്നിധ്യം ഉള്ളതെന്ന് ചോദിച്ചാല്, ഈ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ നിന്ന് ഉയരുന്ന വായു ഒരു പരിധി കഴിയുമ്പോൾ തണുക്കും, അല്ലെ? തണുത്തിട്ട് അതെന്ത് ചെയ്യുന്നു? രണ്ട് സൈഡിലേക്ക് താഴുന്നു. അതായത് 30 ഡിഗ്രി സൗത്തിലേക്കും 30 ഡിഗ്രി നോർത്തിലേക്കും ചരിയുന്നു.
അപ്പൊ സ്വാഭാവികമായും ഈ രണ്ട് മേഖലയിലും അതിശക്തമായിട്ടുള്ള കാറ്റിന്റെ, വായുവിന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു. അപ്പൊ ഈ വായു തണുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ലെയറൊക്കെ പഠിക്കുമ്പോൾ, അന്തരീക്ഷ മണ്ഡലങ്ങൾ പഠിക്കുമ്പോൾ അവിടെ നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ മുകളിലേക്ക് പോകും തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറയുകയാണ്. ശ്രദ്ധിക്കണേ, അറിയാമായിരിക്കും, എന്നാലൊന്ന് ശ്രദ്ധിച്ചോളൂ. ട്രോപ്പോസ്ഫിയറിൽ മാത്രമാണിത്. ഓരോ 165 മീറ്റർ മുകളിലേക്ക് പോകും തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറയുന്നു. താപം കുറയുന്നു എന്ന് പറഞ്ഞാൽ തണുപ്പ് ഉണ്ടാകുന്നു, അല്ലെ? ഇത് ട്രോപ്പോസ്ഫിയറിലാണ്. ഇത് വെച്ചൊരു മേസൊക്കെ ചെയ്യിക്കാനുണ്ട്. അത് നമ്മൾ ട്രോപ്പോസ്ഫിയർ ഒക്കെ പഠിക്കുമ്പോൾ അവിടെ വിശദമായിട്ട് പഠിക്കാം. അപ്പൊ ഇവിടെ ഇത്ര ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ മുകളിലേക്ക് പോകും തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറയുന്നു. ആ പ്രക്രിയയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന വായു ഒരു പരിധി കഴിയുമ്പോൾ തണുക്കുന്നു. അതായത് നമ്മൾ കൊടൈക്കനാലിലെ, ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ട്രോപ്പോസ്ഫിയറിന്റെ ഈ 165 മീറ്ററാണ് അവിടെ ആപ്ലിക്കബിൾ ആവുന്നത്, അല്ലെ? തണുത്ത കാലാവസ്ഥയാണ്. ഉയരം കൂടുന്തോറും തണുക്കുന്നു. അത് ട്രോപ്പോസ്ഫിയറിൽ മാത്രമാണ്, അല്ലെ? അപ്പൊ ഇവിടുന്ന് ഉയർന്നു പൊങ്ങുന്ന വായു തണുക്കുന്നു, രണ്ട് സൈഡിലേക്കും താഴുന്നു. അങ്ങനെ ഈ 30 ഡിഗ്രി നോർത്തും 30 ഡിഗ്രി സൗത്തും എന്തായി മാറുന്നു? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയായി മാറുന്നു. അപ്പൊ അവിടെ കാറ്റിന്റെ സാന്നിധ്യമുണ്ട്, വായുവിന്റെ സാന്നിധ്യമുണ്ട്. ഇനിയാണ് നമ്മൾ ഇവിടുത്തെ ചോദ്യം ഇവിടെ വരുന്നത്, കുതിര അക്ഷാംശം. എന്താ കുതിര അക്ഷാംശം എന്ന് പറഞ്ഞാൽ? അപ്പോ നല്ല വായു, നല്ല കാറ്റുള്ളത് കൊണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? പണ്ട് പായ്ക്കപ്പൽ സഞ്ചാരികൾ ഈ മേഖലയിലൂടെ ആണ്, അതായത് 30 ഡിഗ്രി നോർത്തും സൗത്തുമായ മേഖലയിലെ കടലിലൂടെയാണ് പായ്ക്കപ്പലുമായിട്ട് അവർ യാത്ര പോകുന്നത്, കപ്പൽ യാത്ര പോകുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇത് ഇപ്പോഴത്തെ കഥയല്ല പറയുന്നത്, പായ്ക്കപ്പൽ ഉണ്ടായിരുന്ന വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അപ്പൊ ഇവിടെ നല്ല കാറ്റുള്ളത് കൊണ്ട് കപ്പൽ സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയാണ് ഏത്? ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത്. കാരണം ഉച്ചമർദ്ദമാണല്ലോ, നല്ല കാറ്റുണ്ട്. എന്നാൽ ചില സമയത്ത് എന്ത് ചെയ്യുന്നറിയാമോ? കാറ്റിന്റെ ശക്തി കുറയാൻ സാധ്യതയുണ്ട് ഈ മേഖലയിൽ. ഇനി നമുക്ക് കുതിര അക്ഷാംശം നോക്കാം എന്താണെന്ന്. അത് മറ്റൊന്നുമല്ല, ഈ യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്ക് നല്ല മുന്തിയ ഇനം കുതിരകളെ കപ്പലിൽ കൊണ്ടുപോകുമായിരുന്നു. എവിടെ നിന്ന് എവിടേക്കാണ്? യൂറോപ്പിൽ നിന്നും നേരെ USA കൊണ്ടുപോകുന്നത്. നല്ല കുതിരകളെ കൊണ്ടുപോകും. അന്ന് മറ്റു മാർഗമൊന്നുമില്ലല്ലോ. അപ്പോൾ അവർക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ? ഈ ചരക്ക് കപ്പലുകളുണ്ട്, അതിൽ കുറേ കുതിരകളെ കയറ്റും, എന്നിട്ട് നേരെ USA കൊണ്ടുപോവുകയാണ്. അപ്പൊ അവർ USA പോകുന്ന റൂട്ട് ഏത് റൂട്ടാണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. അവിടെ നല്ല കാറ്റുണ്ട്, 30 ഡിഗ്രി നോർത്ത് 30 ഡിഗ്രി സൗത്ത്, ആ കടലിലൂടെയാണ് ഇങ്ങനെ പോകുന്നത്. എന്നാൽ ചില സമയത്ത് ഇവരിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? കാറ്റ് കുറയാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമാണ്, അത് കുറയും, അല്ലെ? അങ്ങനെ വരുമ്പോൾ കപ്പൽ സ്ട്രക്കാവും. പായ്ക്കപ്പലാണ്, മെക്കനൈസ്ഡ് കപ്പലല്ല. കപ്പൽ സ്ട്രക്കാവും. സ്ട്രക്കായി നിൽക്കാൻ പാടില്ല, കാരണം തറയിലല്ല, റോഡിലല്ല നിൽക്കുന്നത്, കടലിലാണ് നിൽക്കുന്നത്. കപ്പൽ മറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നല്ല 100, 150, 200 കുതിരകളും പിന്നെ കുറെ ജോലിക്കാരും ഒക്കെയാണ് അതിനകത്തുള്ളത്. കപ്പല് മറിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ കപ്പൽ മറിയാതിരിക്കുന്നതിന് വേണ്ടി കപ്പൽ ജീവനക്കാര് ചെയ്യുന്നത് എന്തെന്നറിയാമോ? ഈ കപ്പലിനകത്ത് നിന്നും ഒരു 4-5 കുതിരകളെ വെയിറ്റ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി 4-5 കുതിരകളെ, എണ്ണം ഞാൻ പറയുന്നില്ല, കുറച്ച് കുതിരകളെ എടുത്ത് കടലിലെറിയും. പാവം, ആ ജീവികളെ എടുത്ത് കടലിലെറിയുന്നു. അതുകൊണ്ടാണ് ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയെ എന്ന് വിളിക്കുന്നത്? കുതിര അക്ഷാംശം അഥവാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. എളുപ്പമല്ലേ? അപ്പൊ എന്താണ് കുതിര അക്ഷാംശം അഥവാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ആ മേഖല ഏതാണ്? കഥയൊന്നും നിങ്ങൾ ഓർമ്മിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ, സംഭവം പറഞ്ഞു തന്നേ ഉള്ളൂ. ആ മേഖല ചോദിക്കും, ഏതാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ചിലപ്പോൾ തിരിച്ച് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് ഓപ്ഷനിൽ തരൂല്ല. എന്താ തരാൻ സാധ്യതയുണ്ട്? 30 ഡിഗ്രി നോർത്ത് 30 ഡിഗ്രി സൗത്ത്. അതാണ് എന്തോന്ന്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, കുതിര അക്ഷാംശം. ക്ലിയർ ആണേ? ഡോൾഡ്രം നമ്മൾ പറഞ്ഞു, നിർവാത മേഖല. അതേതാണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, അല്ലെ? മധ്യരേഖയിൽ നിന്നും 5 ഡിഗ്രി വടക്ക് 5 ഡിഗ്രി തെക്കായ പ്രദേശമാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അതാണ് നിർവാത മേഖല, ഒട്ടും കാറ്റില്ലാത്ത സ്ഥലം. ക്ലിയർ? അപ്പോൾ 2 മേഖലയായേ. അടുത്ത് നോക്കൂ, മധ്യരേഖയിൽ നിന്നും ഭൂമധ്യരേഖയിൽ നിന്നും ഒരു 60 ഡിഗ്രി നോർത്ത് 60 ഡിഗ്രി സൗത്ത് ആയ പ്രദേശം ദാ ഇവിടെ പറയാം കേട്ടോ. 60 നോർത്ത്, ദാ ഇവിടെ 60 സൗത്ത്. നോക്കൂ, ഈ പ്രദേശങ്ങളാണ് 60 ഡിഗ്രി നോർത്ത് 60 ഡിഗ്രി സൗത്ത്.
ആയ പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. അപ്പൊ നോക്കൂ, ഭൂമധ്യരേഖയിൽ നമ്മൾ പറഞ്ഞപ്പോൾ എന്താണ്? അത് ന്യൂനമർദ്ദ മേഖലയാണ്. അടുത്ത് 30 നോർത്ത് സൗത്ത് നമ്മൾ പറഞ്ഞ എന്താണ്? അവിടെ ഉച്ചമർദ്ദ മേഖലയാണ്. അവിടെ എന്തുകൊണ്ട് ഉച്ചമർദ്ദ മേഖലയാണ് നമ്മൾ പറഞ്ഞു അല്ലെ? ഇവിടെ ഉയർന്നു പൊങ്ങുന്ന വായു തണുത്ത് താഴുന്നു. ഇനി 60 നോർത്ത് 60 സൗത്ത്, ആ മേഖലയ്ക്ക് വിളിക്കുന്ന പേരെന്താണ്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്നാണ്. എന്താ വിളിക്കുന്ന പേര്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. അപ്പോ അവിടെ ന്യൂനമർദ്ദ മേഖലയാണ്. യഥാർത്ഥത്തിൽ അവിടെ ഉച്ചമർദ്ദ മേഖല ആകേണ്ടതാണ്. കാരണം അപ്പുറത്ത് ധ്രുവമാണ്, രണ്ട് സൈഡിലും ധ്രുവങ്ങളാണ്, ധ്രുവങ്ങളുടെ അടുത്ത് കിടക്കുന്ന മേഖലയാണ്. പക്ഷേ വായു അവിടെ വരുന്നുണ്ട്. അവിടെ എന്താ സംഭവിക്കണം എന്നറിയാമോ? ഭൂമിയുടെ ഭ്രമണം കാരണം ഇവിടെ ഉണ്ടാകുന്ന വായു അല്ലെ, അതായത് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിൽ ഉണ്ടാകുന്ന വായു ഭൂമിയുടെ ഭ്രമണം കാരണം ആ വായു ഉയർത്തപ്പെടുന്നു. ഇതാണ് പുതിയ പുസ്തകത്തിലെ വാക്ക്, ഉയർത്തപ്പെടുന്നു. എന്നാൽ തൊട്ട് മുമ്പിലത്തെ 10ാം ക്ലാസ്സിലെ പുസ്തകത്തില് ചുഴറ്റി എറിയപ്പെടുന്നു എന്നൊരു വാക്കാണ് അവിടെ ഉള്ളത്. അപ്പൊ വായുവിനെ ചുഴറ്റി എറിയപ്പെടുന്ന മേഖല ഏതാണ്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. എന്തുകൊണ്ട് ചുഴറ്റി എറിയപ്പെടുന്നു? ഭൂമിയുടെ റൊട്ടേഷന്റെ ഫലമായി ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലെ വായുവിനെ ചുഴറ്റി എറിയപ്പെടുന്നു. ഇപ്പൊ മാറി വന്ന പുതിയ 10ാം ക്ലാസ്സിലെ ടെസ്റ്റിൽ പറയുന്നത് ഭൂമിയുടെ ഭ്രമണം കാരണം ഇവിടുത്തെ വായുവിനെ എന്ത് ചെയ്യുന്നു? മുകളിലോട്ട് ഉയർത്തുന്നു എന്നാണ് വാക്ക്. ഉയർത്തുന്നു, ചുഴറ്റി എറിയുന്നത് കഴിഞ്ഞ പുസ്തകം. അപ്പോ അവിടെ വായു നിൽക്കാൻ അനുവദിക്കുന്നില്ല. ഭൂമിയുടെ ഭ്രമണം കാരണം വായു മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്തായി മാറുന്നു? അത് ന്യൂനമർദ്ദ മേഖലയായി മാറുന്നു. 60 ഡിഗ്രി നോർത്തും 60 ഡിഗ്രി സൗത്തും ന്യൂനമർദ്ദ മേഖല. ഇനി 90 ഡിഗ്രി നോർത്ത് സൗത്ത് ആണ് നമുക്ക് എളുപ്പം, അത് പറയാൻ എളുപ്പമാണ്. കാരണം അവിടെ മഞ്ഞാണല്ലോ. മഞ്ഞാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മേഖലയിൽ എന്തുണ്ടാവും? വായു തോഴ്ന്നു നിൽക്കും. മഞ്ഞാകുമ്പോൾ സ്വാഭാവികമായിട്ടും വായുവിന് കനം കൂടും അല്ലെ? അപ്പോൾ വായുവിന്റെ സാന്നിധ്യം ധാരാളം ഉള്ള പ്രദേശമാണ് 90 ഡിഗ്രി നോർത്ത് 90 ഡിഗ്രി സൗത്ത് എന്ന് പറയുന്നത്. ആ മേഖലയ്ക്ക് വിളിക്കുന്ന പേരാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. എന്താ വിളിക്കുന്ന പേര്? ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ദാ കണ്ടോ, ഇതും ഇതാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത്. ഇവിടെ പഠിക്കാൻ എളുപ്പമാണ്. ഒരു മേഖല ന്യൂനമർദ്ദമാണെങ്കിൽ അടുത്ത് വരുന്ന മേഖല ഉച്ചമർദ്ദമായിരിക്കും. അത് ഉച്ചമർദ്ദമാണെങ്കിൽ അടുത്ത മേഖല ന്യൂനമർദ്ദമായിരിക്കും. ആൾട്ടർനേറ്റ് ആണ്. അപ്പോൾ അടുത്ത മേഖല ഉച്ചമർദ്ദമായിരിക്കും. ശരിയല്ലേ? ഇപ്പൊ നോക്കൂ, മധ്യരേഖ പ്രദേശം ന്യൂനമർദ്ദ മേഖലയാണ്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അപ്പൊ അടുത്ത് വരുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, അത് ഉച്ചമർദ്ദ മേഖലയാണ് അല്ലെ? അത് ഉച്ചമർദ്ദ മേഖല ആണെങ്കിൽ 60 ഡിഗ്രി നോർത്ത് സൗത്ത് ആണെങ്കിലോ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയാണത്. ഇനി അവിടെ ന്യൂനമർദ്ദ മേഖല ആണെങ്കിൽ 90 ഡിഗ്രി നോർത്ത് സൗത്ത് എന്തായിരിക്കും? അവിടെ ഉച്ചമർദ്ദ മേഖലയായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ 1-2 ചോദ്യങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് ഞാനൊന്ന് ചോദിക്കാൻ പോവുകയാണേ. ഏത് മേഖലയാണ് നിർവാത മേഖല അഥവാ ഡോൾഡ്രം എന്ന് പറയുന്നത്? കാറ്റില്ലാ സ്ഥലം, നിർവാത മേഖല ഏതാണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അടുത്ത ചോദ്യം, നമ്മൾ ഇവിടുത്തെ ചോദ്യം തന്നെയാണ്. ഏത് മേഖലയാണ് കുതിര അക്ഷാംശം അഥവാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? കുതിര അക്ഷാംശം അഥവാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. അവിടെ 2 ഓപ്ഷൻ തരാം. ചിലപ്പോ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് തന്നെ തരും. ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി അവിടെ ഡിഗ്രി അളവ് തരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഡിഗ്രി അളവാണെങ്കിൽ 30 ഡിഗ്രി നോർത്ത് സൗത്ത്, 60 നോർത്ത് സൗത്ത്, 90 നോർത്ത് സൗത്ത്, അല്ലെങ്കിൽ 0 ഡിഗ്രി ഇതൊക്കെ തന്നാൽ 5 ഡിഗ്രി നോർത്ത് 5 ഡിഗ്രി സൗത്ത് അങ്ങനെയൊക്കെ തന്നാൽ നമ്മൾ പെട്ടുപോകരുത്. അപ്പോൾ 2 പഠിച്ചു വയ്ക്കുക. കുതിര അക്ഷാംശം അഥവാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്, ഒന്നുകിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, അല്ലെങ്കിൽ എന്താണ് 30 ഡിഗ്രി നോർത്ത് 30 ഡിഗ്രി സൗത്ത്. ഇനി ഭൂമിയുടെ ഭ്രമണം കാരണം വായുവിനെ ചുഴറ്റി എറിയപ്പെടുന്ന മേഖല അല്ലെങ്കിൽ വായുവിനെ ഉയർത്തപ്പെടുന്ന മേഖല അതെന്താണ്? ആ മേഖല 60 ഡിഗ്രി നോർത്ത് 60 ഡിഗ്രി സൗത്ത് ആണ്. അല്ലെങ്കിൽ അതിനെ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്ന് പറയും. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ സെറ്റാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം പറയാൻ പറ്റില്ല. അതായത് നമ്മുടെ ആഗോള മർദ്ദ മേഖല കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിനകത്ത് നിന്നുകൊണ്ട് ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലൂടെ പ്രസന്റ് ചെയ്തത്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക,
പിന്നെ കമന്റ് ചെയ്യുക. അത് എൻ്റെ ക്ലാസ് മാത്രമല്ല, ഞങ്ങളെ ഈ മോർണിംഗ് ടീയിലെ എല്ലാവരുടെ ക്ലാസ്സുകളും നിങ്ങളത് ചെയ്യുക, പിശുക്ക് കാണിക്കണ്ട. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.